കൺട്രോൾഡാണ് പ്രതികരണം. ചലഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഫയർ ലോഡുള്ള സംഭവമാണ്. മാത്രമല്ല ഓരോ സെപ്പറേറ്റ് റൂമുകളാണ്. പിന്നെ 2-3 ഷട്ടറുകൾ തിരിച്ചിട്ട് പാസേജ് ആ രീതിയിലാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇതിന് ചലഞ്ചിങ് ആയി വന്നിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം തീയുടെ അപകടാവസ്ഥ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള വസ്തുക്കൾ പൂർണ്ണമായിട്ടും കെട്ടിട്ടില്ല. മാത്രമല്ല ഈ വെള്ളമടിക്കുന്നത് മൂലമുണ്ടാകുന്ന സ്മോക്ക് വളരെ ശക്തമാണ്. ആ സ്മോക്ക് പല ഭാഗങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളമടിക്കുമ്പോൾ ആ താപനില കൊണ്ടും എന്ത് ചെയ്യും, വെള്ളം ഹീറ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നുണ്ട്. എല്ലാ കോണിലേക്കും വെള്ളം അടിക്കാൻ പറ്റിയോ? എല്ലാ കോണിലേക്കും അടിക്കുന്നു. 4 ഭാഗത്തു നിന്നും നമ്മൾ വെള്ളം അടിക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് കയറാൻ പറ്റിയിട്ടുണ്ടോ? ഇപ്പൊ 2 പോയിന്റുകളിൽ നമ്മൾ കയറിക്കൊണ്ട് കാണാൻ കഴിയും. ആ 2 പോയിന്റുകളിൽ നമ്മൾ ആളുകൾ കയറിക്കൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. BSET ഉപയോഗിച്ചിട്ട് ഫോഴ്സ് എൻട്രി നടത്തിയിട്ട് അതിന്റെ ഉള്ളിലൂടെ ബ്രാഞ്ച് വെച്ചിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അല്ല, ബ്ലൂ പ്രിന്റ് ഒന്നും എടുത്തിട്ടല്ല വരുന്നത്. പെട്ടെന്നൊരു അപകടം പറയുമ്പോൾ നമ്മൾ നേരെ വണ്ടി എടുത്തിട്ട് ഓടി വരുന്നു. ആദ്യം തന്നെ ബീച്ച് ഫയർ സ്റ്റേഷനിൽ നിന്നാണ് റെസ്പോണ്ട് ചെയ്തത്. അതുപോലെ മീൻചന്ത, വെള്ളിമാട് തുടങ്ങിയ സ്റ്റേഷനുകളിൽ നിന്ന് വാഹനം വന്നു. അതിനുശേഷം മറ്റുള്ള എല്ലാ സ്റ്റേഷനുകളിൽ നിന്നും റെസ്പോണ്ട് ചെയ്യുകയുണ്ടായി. പിന്നെ അതുകൂടാതെ മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു വാട്ടർ ബൗസറും ഒരു MTയും ഓൾറെഡി വന്നിട്ടുണ്ട്. നിലവിൽ 14 യൂണിറ്റ് ഫയർഫോഴ്സിന്റെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാതെ എയർപോർട്ടിന്റെ ഒരു യൂണിറ്റ് വന്നു. ഈ ഒരു ഘട്ടത്തിൽ ഈ തൊട്ടടുത്ത കെട്ടിടത്തിലേക്ക് പടരുന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നല്ലോ, അതെങ്ങനെ നിയന്ത്രിച്ചത്? അതാണ് നമ്മൾ ആദ്യം തന്നെ നിയന്ത്രിച്ചത്. ഈ മറ്റു ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ശ്രമിച്ചതും. അതിനു വേണ്ടിയിട്ടാണ് ബ്രാഞ്ച് ഇട്ട് വർക്ക് ചെയ്തത്. അപ്പോൾ 2 കോണിൽ നമ്മൾ വർക്ക് ചെയ്തിട്ട് ഫയർ സ്പ്രെഡ് ആവാതിരിക്കാന്നുള്ളതാണ് നോക്കിയത്. എമർജൻസി സീൽ ഇനി മൊത്തം പരിശോധിച്ചിട്ട് വേണം എൻ്റെ കെട്ടിടത്തിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കുന്നതിന് വേണ്ടിയിട്ട്. അതല്ല, ഇപ്പൊ കയറിയതും ബാക്കിലൂടെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ സൈഡിലൂടെയാണ് നമ്മൾ 2 ഭാഗത്തും കയറിയിട്ടുള്ളത്. ഈ ഭാഗത്ത് നമുക്ക് കൂടുതൽ ആക്സസ് കിട്ടുന്നുള്ളൂ. ഫസ്റ്റ് ഫ്ലോറിലാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളതെന്ന് മനസ്സിലാവുന്നുണ്ട്. അതിൽ ഏത് ഭാഗമാണെന്നുള്ളത് കൂടുതൽ പരിശോധനയിലേ മനസ്സിലാവുകയുള്ളൂ. പുക കുറച്ചു നേരം ഉയർന്നതിന് ശേഷമാണല്ലോ, അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല, പുക സ്വാഭാവികമായിട്ട് തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ പുക സ്പ്രെഡ് ആവും, പല ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കും. അപ്പോൾ കറക്റ്റ് സ്പോട്ട് എവിടെയാണ് ഫയർ എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേഷനിൽ പറയാൻ കഴിയുള്ളൂ. തീർച്ചയായിട്ടും പരിശോധന നാളെ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പരിശോധന നമ്മൾ നടത്തും. ഫയർ ഒറിജിനും മറ്റു കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഇപ്പോഴത്തെ നമ്മളെ പ്രധാനപ്പെട്ട സംഗതി എന്ന് വെച്ചാൽ ഈ തീപിടുത്തം എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അകത്തേക്ക് വെള്ളം അടിക്കാനോ കയറാനോ പറ്റാത്തൊരു സ്ഥിതിയാണല്ലോ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു സ്ഥാപനം പ്രവർത്തിക്കുമ്പോൾ ഫയറിന്റെ കുറെ മാനദണ്ഡങ്ങളില്ലേ, അങ്ങനെ എന്തെങ്കിലും ഇവിടെ ഉണ്ടോ? ഇവിടെ ഫയർ സിസ്റ്റം ഒന്നും നിലവിൽ ചെയ്തിട്ടില്ല. ഇത് പഴയ ബില്ലിംഗ് ആണെന്ന് തോന്നുന്നു, വളരെ പണ്ട് മുതലുള്ളതാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിന്റെ മറ്റു കാര്യങ്ങൾ ഇങ്ങനെയാണെന്നുള്ളത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ പറയാൻ കഴിയുള്ളൂ. നമ്മുടെ പരിശ്രമത്തിലൂടെ ഇപ്പോൾ നിയന്ത്രിച്ചു നിർത്തി. മാത്രമല്ല ഇത് മറ്റൊരു ഭാഗത്തേക്ക് സ്പ്രെഡ് ആവാതെ തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും, ഈ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് തീപിടുത്തം തുടങ്ങിയത്. ഈ തീപിടുത്തം എന്ത് ചെയ്തില്ല, മറ്റു ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഈ അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള ഈ കെട്ടിടത്തിലേക്ക് വ്യാപിച്ചിട്ടില്ല. അത് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയും. ജില്ലാ ഫയർ ഓഫീസറുടെ പ്രതികരണമാണ് കണ്ടത്. ആദ്യം തന്നെ മറ്റിടങ്ങളിലേക്ക് തീ വ്യാപിക്കാതിരിക്കാനുള്ള ഒരു സംവിധാനമാണ് ഏർപ്പെടുത്തിയത്. ശേഷം തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളായിരുന്നു. ആ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിലെ കാര്യങ്ങളെക്കുറിച്ച് കൂടിയാണ് അദ്ദേഹം വിശദമാക്കുന്നത്. തീ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ തീ കെടുത്താനോ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിലെ പ്രശ്നങ്ങൾ കുറച്ച് പ്രതിസന്ധിയായി എന്നാണ് ജില്ലാ ഫയർ ഓഫീസർ വ്യക്തമാക്കുന്നത്.